ഹലോ ഫ്രണ്ട്സ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോകുവാണ് കേട്ടോ. വലിയ ദൂരത്തോട്ടൊന്നുമല്ല, അടുത്താണോയെന്ന് ചോദിച്ചാൽ അടുത്താണ്, എന്നാലും ഒരു മണിക്കൂറൊക്കെ ദൂരമുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ടൗണിൽ ആദ്യം ഒന്ന് ഇറങ്ങി കേട്ടോ. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിൽ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചരക്കണ്ടി എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്നത് നമ്മൾ രാവിലെ സമയത്താണ്, രാവിലെ ഒരു 9 മണി കഴിഞ്ഞു. ആ ഒരു സമയത്താണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ കരിഞ്ഞ് കത്തി എന്ന് പറയുന്നതായിരിക്കും ഇതിനെക്കാട്ടിയും, അതിൽ കൂടുതലൊന്നും പറയാനില്ല. രാവിലെ 9 മണി ആയപ്പം തന്നെ ആ ഒരു വെയിലിന് തന്നെ അത്രയ്ക്കും എന്നാ പറയേണ്ടത്, ഒരുമാതിരി തീക്കകത്ത് നിൽക്കുന്ന പോലത്തെ ചൂടും വെയിലും ഒക്കെയായിരുന്നു കേട്ടോ. ഈ ഒരു കടയിൽ നിന്നാണെങ്കിൽ നമ്മൾ ഒരു വട്ടം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7:30 രാത്രിക്ക് 7:30-8 മണി ആ ഒരു സമയത്താണ് ആദ്യമായിട്ട്. അന്നേരം ഈ കട തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ആ ഒരു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ആ കട കണ്ടപ്പോൾ ഇങ്ങനെ ഓർത്തതാണത്. ഇത് നമ്മുടെ ഇരിക്കൂർ മാമാനത്തമ്പലമാണ് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്, എല്ലാവരും പോകുന്നൊരു അമ്പലമാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഇരിക്കൂർ എത്തി ഏകദേശം. ഇപ്പോൾ ഇനി നമ്മൾ ഇരിക്കൂർ പാലത്തിൽ കൂടെ കടന്ന് ചാലോട് ആ ഒരു വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടോ? ഇത് വെള്ളമുണ്ടോ അതോ ഇത് നിലമാണോ ആണോയെന്ന് നമുക്ക് സംശയം തോന്നുന്നത്. ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പുഴയൊക്കെ ഉള്ളത്. വെള്ളമെല്ലാം പറ്റി ഒരാഴ്ച കൊണ്ട് വെള്ളം പറ്റും, ആ ഒരവസ്ഥയിലാണ് നമുക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നത് കേട്ടോ. അത്രയ്ക്കും വെള്ളമെല്ലാം പറ്റിയിട്ടാണ് ഉള്ളത്. അപ്പം ഭയങ്കര വെയിലും ചൂടും അങ്ങനെയാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തിയപ്പോഴത്തേനും കരിഞ്ഞ് എന്നാ പറയണത്, നമ്മൾ കത്തുന്നൊരവസ്ഥയിൽ, ആ ഒരവസ്ഥയിലായിരുന്നു. ആകെ ഒരു ആശ്വാസം എന്ന് പറയാനുള്ളത് ഈ വഴി സൈഡിൽ കൂടെ അതാരെങ്കിലും നട്ട് വെച്ചതാണോ അതോ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരിക്കും അത്. ആൽമരം, ഈ ആൽമരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും നട്ടു വെച്ചതാണോ അതോ തന്നെ ഉണ്ടായതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആൽമരം ഉണ്ട് കേട്ടോ. അത് ഭയങ്കര, ഞാനിങ്ങനെ ഇതിനകത്ത് ഏതൊക്കെയോ സിനിമയിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആരൊക്കെയോ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ആൽമരത്തിന് ഭയങ്കര ഒരു തണുപ്പാണെന്നൊക്കെ. പക്ഷെ കറക്റ്റാട്ടോ, നമ്മൾ ഇതിലേ കൂടെ ഈ വെയിലത്ത് ഇങ്ങനെ കരിഞ്ഞ് കത്തിപ്പോകും. ഈ ആലിൻ്റെ അടുത്തെത്തുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു തണുപ്പാട്ടോ. സത്യമായിട്ട് ഞാൻ വിചാരിച്ചു, ഇത് എത്ര ശരിയാണെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ആര് നട്ടു വെച്ചതാണെങ്കിലും അയാളെ ഞാൻ മനസ്സിൽ നമ്മൾ നന്ദി പറഞ്ഞു. ഒരു സെക്കൻഡാണെങ്കിലും ആ ഒരു ആശ്വാസം ഭയങ്കരമാണ് കേട്ടോ. പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ഒരു ഇടവേളയിൽ ഇങ്ങനെ നമ്മുടെ ഈ ആൽമരം ഉണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് പല പല ടൗണുകളും കഴിഞ്ഞു പോകുന്നുണ്ട്. ഏതാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഈ വഴിയൊന്നും അധികം വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു വഴി ഇങ്ങനെ ഈ കല്ലുവണ്ടി ലോറികളില്ലേ, അതായത് ചെറിയ മിനി ലോറികൾ, അങ്ങനെ കുറേ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ എത്താറായി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് ഇവിടുത്തെ ഈ സ്ഥലങ്ങളെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഈ രാവിലെയൊക്കെ നമ്മൾ പോകുന്നതുകൊണ്ട് വലിയ ചൂട്, ഒരു 10-12 മണിയൊക്കെ ആകുമ്പോഴല്ലേ ഭയങ്കര ചൂട് വരത്തുള്ളൂ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷയൊക്കെ നമ്മുടെ തെറ്റി. അങ്ങനെ നമ്മൾ ഏകദേശം അഞ്ചരക്കണ്ടിയിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്നറിയപ്പെടുന്ന അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ്. ഇവിടെ ഞാൻ പണ്ടൊരു വട്ടം ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു പരിപാടിക്ക് എന്തിനോ ഞാനിവിടെ പണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഭയങ്കര വലിയൊരു മെഡിക്കൽ കോളേജാണ് കേട്ടോ. എൻ്റെ ആൻറ്റിക്കൊരു സർജറി ഉണ്ടായിരുന്നു കേട്ടോ, അതിവിടെ വെച്ചായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നഴ്സിംഗൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. അന്നേരം ഞാനിവിടെ 2 ദിവസം വന്ന് നിന്നായിരുന്നു ആൻറ്റീൻ്റെ കൂടെ കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു കേട്ടോ. അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ തിരിച്ച് വരുന്ന സമയം നമ്മൾ ഏകദേശം ഒരു 2:30 കഴിഞ്ഞു കേട്ടോ. അപ്പം പല പല അമ്പലങ്ങൾ, പള്ളികൾ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ കൂടെ. ഭയങ്കര ഫേമസ് ആയിട്ടൊക്കെ ഉള്ള ആണെന്ന് നോക്ക്. ആൽമരം കണ്ടോ? ഞാനത് കുറേ ഉണ്ട്, നമുക്ക് എണ്ണിയാൽ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ എണ്ണിയൊന്നുമില്ല, പക്ഷെ കുറേ ഉണ്ട്. ഇത് അമ്പനാട് എന്ന് പറയുന്നൊരു സ്ഥലം കേട്ടോ. ഇപ്പം നമ്മൾ ബോർഡ് കണ്ടില്ലേ, ഞാൻ മറന്നു പോകുന്നുണ്ട് ഈ ബോർഡിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചാൽ കേട്ടോ. അതിൻ്റെ സൈഡിൽ കുറേ ആൽമരം നിൽപ്പുണ്ട്. ചട്ടി വിൽക്കാൻ ചേട്ടൻ ഈ വെയിലത്ത് എങ്ങനെ നടന്നു പോകുന്നുവാ.
അതുപോലെ വെയിലത്തൊക്കെ പണിയെടുക്കുന്നവർ സമ്മതിക്കണമല്ലേ. ഒരു ആനേനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ, പിന്നെ ഒരു തെയ്യത്തിൻ്റെ ഒരു രൂപവും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു തെയ്യത്തിൻ്റെയൊക്കെ ഒരു സമയമാണല്ലോ, ഒരു സീസൺ ആണല്ലോ. അപ്പം ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്കൂളാണെന്ന് തോന്നുന്നു. കോൺകോഡ് സ്കൂൾ എന്നാണ് പേര്. ഞാൻ ഫേമസ് ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷേ വലിയൊരു സ്കൂളാണെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കുവാണ് കേട്ടോ. ഏകദേശം ഇപ്പം ഇരിക്കൂർ എത്താറായെന്ന് തോന്നുന്നു. അപ്പോഴാണ് ഞാൻ എന്നാ പറയണ്ടത്, ഈ ഒരു സംഭവം കണ്ടു. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഇത് എന്നാന്നൊന്നും എനിക്കറിയത്തില്ല, കണ്ടപ്പോൾ ഒരു രസം തോന്നിയപ്പോൾ എടുത്തതാണ്. ഇതാണ് നമ്മുടെ പുഴ. ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ പുഴ കാണാം. ഇത് ഇരിക്കൂർ പുഴയായിരിക്കാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. ഇവിടുന്ന് നോക്കുമ്പോൾ പക്ഷേ കുറച്ച് വെള്ളമൊക്കെ അതിനകത്ത് കാണുന്നുണ്ട്. ഒരു എന്നാ ഇവിടുന്ന് നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഏകദേശം എത്താറായി. ഭയങ്കര വെയിലാട്ടോ. പക്ഷെ എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ ഒരു 3 മണി ആയെങ്കിലും ഇപ്പോഴത്തെ വെയിലിനെക്കാട്ടും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി ഇത് രാവിലത്തെ വെയിലാട്ടോ. ഭയങ്കര എനിക്ക് ഭയങ്കര ഇതെന്താ രാവിലെ തന്നെ ഇത്രയും വെയിലെന്ന് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്, പാലത്ത് ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഒരു സൈഡ് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തെ ആ സൈഡിൽ അധികം വെള്ളമില്ല, ഭയങ്കര പറ്റിയോലെയാണ് ഉള്ളത്. ഇപ്പുറത്തെ സൈഡിൽ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട്, ഇച്ചിരി പച്ചപ്പും ഇതൊക്കെ ഉണ്ട് അവിടെ. ഞാനിങ്ങനെ വിചാരിക്കും, ഇത്രയും വലിയ വെയിലിനും എങ്ങനെയാണ് ഈ ഇലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതെന്ന്, കരിഞ്ഞ് കത്തിപ്പോകുകയല്ലേ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഇതാണ് പിന്നെ ഇരിക്കൂറത്തെ നിലാമുറ്റം പള്ളി, മുസ്ലിം പള്ളിയാണ് കേട്ടോ ഇത്. ഇതും ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ എന്താണ് എന്തൊക്കെയോ ഇങ്ങനെ പെരുന്നാളില്ലേ, അതൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കണിയാർവയൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുന്ന് തിരിഞ്ഞു പോകുന്നതാണ് എൻ്റെ അമ്മ വീട്ടിലേക്കുള്ള സ്ഥലം കേട്ടോ. അപ്പം ഇതിലേക്കൂടെ നമുക്ക് എൻ്റെ അമ്മ വീട്ടിലേക്കൊക്കെ പോകാൻ പറ്റും, പിന്നെ മലപ്പട്ടം അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി നമ്മൾ എത്താൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് മടമ്പം എന്ന് പറയുന്ന സ്ഥലമാണ്. എൻ്റെ സ്കൂളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്. ഇതിലേക്കൂടെ പോയാലും നമുക്ക് എത്താൻ പറ്റും, അല്ലാണ്ട് വേറെ വഴി പോയാലും എത്താൻ പറ്റും കേട്ടോ. അപ്പം മടമ്പത്ത് ഒരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു, ഇതിപ്പം പുതുക്കി പണിതാണ് ഇങ്ങനെയുള്ളൊരു പള്ളി കേട്ടോ. ഈ വീട് ഈ സൈഡിൽ ഇപ്പം ഒരു വീടാണ് കേട്ടോ. ഇത് ഞാൻ പണ്ടേ നോട്ട് ചെയ്യാറുള്ളൊരു വീടാണ്. പണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര ഒരു പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും നോട്ട് ചെയ്യുമായിരുന്നു. ഇതാണ് നമ്മുടെ കുരിശുപള്ളി മടമ്പം. ഇങ്ങോട്ട് പോയാലാണ് നമ്മുടെ മടമ്പത്ത് സ്കൂളിലേക്കൊക്കെ എത്തുന്ന സ്ഥലം. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ടൗണിൽ ഒക്കെ ഇറങ്ങണം കേട്ടോ. ഇതുകൊണ്ട് പുഴ, ആ പുഴ വരുന്ന സംഭവമാണിത്. ഇവിടെയൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ കോട്ടൂർ ഒരു അമ്പലമാണ്, മഹാവിഷ്ണു ക്ഷേത്രം കോട്ടൂർ. ഇത് നമ്മുടെ കോട്ടൂർ പള്ളിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്. ഒരു ഈശോയുടെ മാതാവിൻ്റെ മടിയിൽ ഈശോ കിടക്കുന്ന ആ ഒരു ഇതൊക്കെ. ഇത് നമ്മുടെ ശ്രീകണ്ഠാപുരത്ത് എത്തുമ്പോഴുള്ള പുഴയുടെ അവസ്ഥയാണ്. ഇത് നമ്മുടെ ഓടത്ത് പാലെന്ന് പറയും. അങ്ങനെ നമ്മൾ ടൗണിലെത്തി. ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. വീട്ടിലെത്തിയപ്പോഴത്തേന് നമ്മൾ എന്നാ പറയണ്ടേ, സൈഡായി. ആ ഒരവസ്ഥ കേട്ടോ. കരിഞ്ഞ് കത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എൻ്റെ കോലം കെട്ടു. വീട്ടിൽ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് വൈകുന്നേരം ഒരു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ ആനിവേഴ്സറി ഉണ്ട്. അപ്പോൾ അവിടെ പോകണം. അവിടെ ചില പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ആക്സലിൻ്റെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ട്. ആക്സൽ സ്കൂളിലൊന്നും ചേർത്തില്ലെങ്കിലും അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ അധികം വീട്ടിൽ ചെന്നിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സമയമൊന്നുമില്ല. ജസ്റ്റ് ചായ കുടിക്കുക, പിന്നെ കുറച്ച് നേരം ഒന്ന് ഇരിക്കുക. അത് കഴിയുമ്പോഴത്തേന് നമുക്ക് പോകാനുള്ള സമയമാകും കേട്ടോ. അതിനെന്തായാലും പോകണം. നമ്മളിങ്ങനെ എന്നാ പറയണ്ടേ, ഭയങ്കര വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ്. ആക്സലും ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.